വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് മാത്രമല്ല ലോകമാസകരമുള്ള എല്ലാ മതാധ്യാപകർക്കും പ്രയോജനപ്പെടുന്ന വെബ്സൈറ്റാണ് അതെന്നത് നമുക്ക് ഏവർക്കും സന്തോഷപ്രദവും അഭിമാനകരവുമാണ്. വെബ്സൈറ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്രീ ജോമ കാട്ടടി പിന്നീട് സംസാരിക്കുന്നതാണ്. ആധുനിക പ്രോഗ്രാമാണ്. സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടണമെന്ന വ്യക്തമായ ദിശാബോധത്തോടെ തൻ്റെ ജീവിത സഭയിലെ ഇതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്ന സഭാസ്നേഹിയാണ് അദ്ദേഹം. ക്രൈസ്തവ വിശ്വാസ ജീവിത പരിശീലനത്തിന് കൂടുംഭാവം നേരിടുന്നതിൽ അദ്ദേഹം വ്യക്തമായ വിജയം കൈവരിച്ചു എന്നത് നമുക്ക് ഏവർക്കും സന്തോഷകരമായ വസ്തുതയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദർശനത്തിനനുസൃതമായി തന്നെ സീറോ മലബാർ സഭയുടെ മതബോധന രംഗത്തിന് പൗരസ്ത്യവും സഭാത്മകവുമായ ഒരു മതബോധന ശൈലി രൂപപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ നൂതനമായ മതബോധന ശൈലി ദൈവദാസനായ കാവുകാട്ട് പിതാവ് രൂപകൽപ്പന നൽകിയ ഇൻറ്റൻസീവ് കോഴ്സിനെ വിശ്വാസോത്സവം എന്ന പേരിൽ ഇടവകളിൽ മതബോധനോത്സവമാക്കി രൂപപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ ഇതര രൂപതകളും അത് നെഞ്ചിലേറ്റ് സ്വീകരിച്ചു. സൺഡേ സ്കൂൾ ക്ലാസ്സുകളുടെ ഉപയോഗത്തിനായി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത വർക്ക് ബുക്കുകളും സഭാരംഗത്തുണ്ടായ ഇതംപ്രദമായ സംരംഭമാണ്. സഭാത്മകമായ ജീവിതശൈലി രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ആരാധനക്രമ വത്സരാധിഷ്ഠിതമായ ലിറ്റർജിയും വ്യക്തിപരമായ പ്രാർത്ഥനകളും രൂപപ്പെടണമെന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ ദർശനം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ ജപമാലയെ സഭാതലത്തിലെ പ്രഥമ സംഭവമെന്ന് വീക്ഷിക്കുമ്പോൾ മാത്രമേ ജോസ് ഫിലിപ്പ് മേടയിൽ എന്ന വ്യക്തിയുടെ സഭാത്മകവും സൈദ്ധാന്തികവുമായ ദാർശനിക ചിന്ത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ മേൽനോട്ടത്തിലുള്ള സീറോ മലബാർ കേന്ദ്ര മതബോധന സമിതി അംഗമെന്ന നിലയിൽ ഈ സഭാത്മക ദർശനങ്ങൾ സീറോ മലബാർ സഭയുടെ മതബോധന ഗ്രന്ഥ രൂപീകരണത്തിലൂടെ സഭാത്മക മാനം കൈമുതലാക്കി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു. MOC, അമല തിയോളജിക്കൽ കോളേജ്, മർത്തോമ വിജ്ഞാനകേന്ദ്രം തുടങ്ങിയ ദൈവശാസ്ത്ര സ്ഥാപനങ്ങളിലെ അധ്യാപകരെന്ന നിലയിൽ മതബോധ പ്രവർത്തകർക്കും ഈ ദർശനങ്ങൾ പകർന്നു നൽകുവാൻ അദ്ദേഹത്തിനായി. 50-ലേറെ മതബോധന ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് പുറമെ ധാരാളം ഈടുറ്റ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ രൂപം കൊണ്ടു. ചങ്ങനാശ്ശേരി അതിരൂപത അവാർഡ്, മാർ ജോസഫ് കുണ്ടുകുളം അവാർഡ് എന്നിവയുടെ ജേതാവെന്ന നിലയിൽ സഭാ നവോമണ്ഡലത്തിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. ഇലക്ട്രോണിക് മാധ്യമരംഗത്തെയും മതബോധന രംഗത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് അഭിമന്യ പിതാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വെബ്സൈറ്റ്. ലായിക്കാട് സൺഡേ സ്കൂൾ മതാധ്യാപകനായ ശ്രീ സോണി എബ്രാഹിമും പറൽ സൺഡേ സ്കൂൾ മതാധ്യാപകനായ മാത്യു ആൻ്റണി വയലാറ്റുപറമ്പിലും സഹായഹസ്തവുമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഷഷ്ടിപൂർത്തി ആചരണത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ശ്രീ ജോസ് ഫിലിപ്പ് മേടയിൽ എന്ന അൽമായ ദൈവശാസ്ത്രജ്ഞനെ അഭിമന്യ പിതാവ് അതിരൂപതയ്ക്ക് വേണ്ടി ആദരിക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തെ അസ്താടനത്തോടുകൂടി ആദരിക്കാം.